നന്ദാവനം പോലീസ് ക്യാമ്പിൽ മൃഗീയമായ പീഡനത്തിനിരയായി തലപൊട്ടി ചിതറിയ ഒരു പൂർവ്വകാല നേതാവിൻ്റെ പേര് തന്നെയാണ് KC വേണുഗോപാൽ. തൻ്റെ കുട്ടികളെ തൊട്ടവരെ ആരും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികാരമാണ്. അതിനെ കേരളം കൊണ്ടു നടന്നുവെങ്കിൽ റിപ്പോർട്ടുകളെ മൂടി വെച്ചുകൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും സംസ്ഥാനത്തെ UDF സർക്കാരിനുമില്ല. തലക്കടിയേറ്റ് ചോര ചിതറി താഴെ വീണ ചെറുപ്പക്കാരൻ അല്ലേ, ഇന്ന് MLA ആണ്. കണ്ണിലെ കരടായിരുന്നു ഷൗക്കത്ത് അലി എന്നറിയാത്തവരാരും കേരളത്തിലില്ല. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം നടത്തിയ ക്യാബിനറ്റിൽ, അത് കഴിഞ്ഞ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം SIT രൂപീകരിച്ച് അന്വേഷിക്കുമെന്നുള്ളതാണ്. വളരെ ഭംഗിയായി അന്വേഷിച്ചു കഴിഞ്ഞു. പക്ഷേ ADGP MR അജിത് കുമാറിന് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കുന്നതായി തോന്നുന്നുണ്ടോ? നമ്മൾ ആദ്യം അറിയേണ്ടത് അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കാനുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അന്നെല്ലാവരും പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ കയ്യടിക്ക് വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിച്ചൊരു ഗിമിക്കെന്നാണ്. പക്ഷേ അതൊരു ഗിമിക്കല്ല, അത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രതികാരദാഹത്തോടു കൂടി, പ്രതികാരമല്ല സത്യസന്ധമായിട്ടുള്ള ഒരു ശിക്ഷയിലേക്ക് കുറ്റക്കാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ സമാരംഭം കുറിച്ചതാണ് എന്ന് കേരള ജനത തിരിച്ചറിഞ്ഞത് ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഇന്നത്തെ കാലിക്കറ്റ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് SITയുടെ ചുമതല നൽകിയപ്പോഴാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 10 വർഷം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ കണ്ണിലെ കരടായിരുന്നു ഷൗക്കത്ത് അലി എന്നറിയാത്തവരാരും കേരളത്തിലില്ല. മുടക്കോഴി മല എന്ന് പറയുന്ന ചുവന്ന ചക്രവാളമല്ലാതെ മറ്റൊന്നും സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, അല്ലെങ്കിൽ മറ്റൊന്നും ആരും ജീവിതത്തിൽ ഇതുവരെ കണി കണ്ടുണരാത്ത മുടക്കോഴി മലയുടെ കുന്നിൻ മുകളിലേക്ക് ടിപ്പർ ലോറിയിൽ തലയിൽ ഒരു വലിയ തലപ്പാവും ധരിച്ച് കൊടിസുനിയെയും കിർമാനി മനോജിനെയും അറസ്റ്റ് ചെയ്യാൻ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാഞ്ഞുപോയ ഷൗക്കത്ത് അലി കാലഘട്ടത്തിലെ ഏറ്റവും ധീരനായിട്ടുള്ളൊരു പോരാളിയായിട്ടെല്ലാവരും കണ്ടതാണ്. അന്ന് മുടക്കോഴി മലയിലെ CPM ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ മാത്രം 10 വർഷം വിറക് വെട്ടിയും വെള്ളം കോരിയും ജീവിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഷൗക്കത്ത് അലി. ആ ഷൗക്കത്ത് അലിയെ SITയുടെ അന്വേഷണ ഏജൻസി ഏൽപ്പിച്ചപ്പോൾ തന്നെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഒരു കമ്മീഷണർ ADGPക്കെതിരെ അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ് കേരളം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തത്. കാരണം എന്താ, ADGPയുടെ സർവീസ് അവസാനിക്കാറായിട്ടില്ല. അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. നാളെ DGP ആവേണ്ടുന്ന ആളാണ്. ഒരുപക്ഷെ നാളെ DGPയുടെ ചുമതല 30-ാം തീയതി അവസാനിക്കുമ്പോൾ ആ ജയിൽ DGPയുടെ പദവിയിലേക്ക് കടന്നു വരേണ്ട ആളാണ്. അതല്ലെങ്കിൽ നാളെ ക്രമസമാധാന ചുമതലയിലേക്ക് കടന്നു വരാൻ വേണ്ടി പോലും സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ് അജിത് കുമാർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അജിത് കുമാറിനെതിരെ ഒരു സിറ്റി പോലീസ് കമ്മീഷണർ പദവിയിലേക്ക് മാത്രം SP റാങ്കിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമോ എന്നുള്ളതായിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്ത വിഷയം. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിലൊന്നും ഒരു തുള്ളി വെള്ളം ചേർക്കാതെ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ധീരനായ IPS ഓഫീസർ റിപ്പോർട്ട് നൽകിയെന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, റിപ്പോർട്ട് കൊടുത്തു അല്ല, 23-ാം തീയതി റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷേ ഈ 10-20 ദിവസക്കാലത്തെ ഒരു കാലതാമസം, അമാന്തം, അത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഒരു സംഭവിക്കലിനിടയിൽ ADGP അജിത് കുമാർ കുറ്റവിമുക്തനായി മാറുമോ എന്ന ആശങ്കയാണ് എല്ലാവരുടെയും മുമ്പിൽ. ആരൊക്കെയാണ് ഇതിന് പിന്തുണ നൽകുന്നത്? ഇപ്പോൾ റവദ ചന്ദ്രശേഖർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ DGP, അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്കാണല്ലോ ഈ റിപ്പോർട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അജിത് കുമാറുമായിട്ടൊക്കെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ പോലും അതിനെ തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഒരു കാലഘട്ടത്തിലും അജിത് കുമാർ രക്ഷപ്പെടാൻ പാടില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ റിപ്പോർട്ടുകൾ തിരുത്തുക, പോലീസിൽ കൃത്യവിലോപം കാണിക്കുക തുടങ്ങിയ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് എന്ത് കേസിലാണ്? എന്നിട്ടും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിൽ നിന്ന് എന്തെങ്കിലും സംരക്ഷണം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? DGPയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ പൊളിറ്റിക്കൽ
ഒരു പിന്തുണ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംരക്ഷണം അത് അദ്ദേഹത്തിന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം കേരളത്തിൽ തൂഫാൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തെ ആകെ വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്ന് ADGPക്കൊരു പിന്തുണ കിട്ടാൻ സാധ്യതയില്ല. പിന്നെ SP റാങ്കിന് മുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു സേ ഉള്ളതാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി തന്നെയാണ് SIT അന്വേഷണം കേരളത്തിലെ മാധ്യമ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും, പക്ഷേ ഇതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആൻഡ് കാലതാമസം വന്നു ഉണ്ട്. ആ കാലതാമസമുണ്ട്. പക്ഷേ ആ കാലതാമസം ചിലപ്പം ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഒരു കോക്കസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യപ്പെടുന്നതായിരിക്കണം. പക്ഷേ SITയുടെ തലവൻ ഷൗക്കത്ത് അലിയാണ്. അദ്ദേഹത്തോട് ഇനി എത്ര തവണ നിങ്ങൾ തിരിച്ച് അന്വേഷിക്കും. ഇപ്പം നമ്മൾ പുറത്തു നിന്ന് പറഞ്ഞു കേൾക്കുന്നത് ഈ പ്രത്യേക തിരുത്തി എന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ, ആ അന്വേഷണ റിപ്പോർട്ട് തിരുത്തി അജിത് കുമാർ എന്ന് പറയുന്ന ദിവസം അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് അവസാനം DGP ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇനി അഥവാ ആ ദിവസം ADGP ഓഫീസിൽ ഇല്ലാതെ പോയിരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എല്ലാം അട്ടിമറിക്കപ്പെടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴും വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി ആ ദിവസം അദ്ദേഹം ഉണ്ടായി എന്ന് മാത്രമല്ല വളരെ വ്യക്തതയോടുകൂടി നിരവധി തിരുത്തലുകൾ നടത്തി എന്ന റിപ്പോർട്ട് ഷൗക്കത്ത് അലിയുടെ ഭാഗത്ത് നിന്ന് കൊടുത്തു എന്നാണ് ഇപ്പം നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ സംരക്ഷണം ADGP പ്രതീക്ഷിക്കേണ്ട. കാരണം പ്രതീക്ഷിക്കുന്ന ഒരു കുറ്റമല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത്. കാരണം തലയടിച്ച് പൊളിച്ചവൻ എന്ന് കേരള നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിലൊരു മെല്ലെ പോക്ക് കണ്ടു എന്ന് തോന്നുമ്പോൾ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിശക്തമായി ഇടപെട്ടു എന്നുള്ളതാണ്. അതായത് തൻ്റെ കുട്ടികളെ തൊട്ടവരെ ആരും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനി ആര് സംരക്ഷണം കൊടുത്താലും പൊക്കിയിരിക്കും എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അതിനുശേഷമാണ് ഏകദേശം ഒരു 10-20 ദിവസത്തിനടുത്ത് അവിടെ മാറ്റിവെച്ചിരുന്ന റിപ്പോർട്ട് ഫയലുകൾ പെട്ടെന്ന് എടുക്കപ്പെട്ടതും എന്ന് പറയുമ്പോൾ ആർക്കോ ഇതിലൊരു താല്പര്യമുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചാലും കുറ്റം പറയാനാവില്ല. അല്ല, ഇതിൽ കോൺഗ്രസിനെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റോഡിയൻ ശ്രീ KC വേണുഗോപാലാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഇപ്പം അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണ്? KC വേണുഗോപാലിന് അനുകൂലമായി അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത് പോലും ഒരു തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലി കേരളത്തിൽ ചില ആളുകൾ ബോധപൂർവം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലേക്ക് സ്വാഭാവികമായും ഹൈക്കമാൻഡ് പരിഗണിക്കപ്പെട്ട പേരുകളിൽ പ്രഥമഗണനീയനായിരുന്നു ശ്രീ KC വേണുഗോപാൽ എന്നുള്ളതാണ്. പക്ഷേ ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം ഒരക്ഷരം അദ്ദേഹം കേരളത്തിലെ ഭരണകൂടത്തിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും വിവാദമുണ്ടാക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം കേരളത്തിൻ്റെ മണ്ണിൽ നടത്തിയിട്ടില്ല. ചാനൽ ചർച്ചകളിൽ ചില പാനലിസ്റ്റുകൾ പോയി അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ അവരെ പറഞ്ഞയക്കുന്നത് പോലും KC വേണുഗോപാലാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വളരെ മ്ലേച്ഛമായി ചില സോഷ്യൽ മീഡിയ സങ്കേതങ്ങളിൽ ചില ആളുകൾ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് KC വേണുഗോപാൽ ഇപ്പോഴും കോൺഗ്രസിനകത്തെ അജയ്യനായിട്ടുള്ളൊരു നേതാവാണ്. സംഘടനാ ചുമതല വഹിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിൽ ഒരു മാസ് മൊമെൻറ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചാൽ അത് നാളെ രാവിലെ സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ആയിരക്കണക്കിന് നേതാക്കന്മാരുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വന്ന് എപ്പോഴെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ കറുത്ത പൊട്ട് KC വേണുഗോപാലിൻ്റെ മുകളിൽ ചാർത്തിക്കൊടുക്കാൻ ആർക്കും കേരളത്തിൽ സാധിക്കില്ല. പക്ഷേ എന്നിട്ടും നിങ്ങൾ ഒരു വല്ലാത്ത കല്ലെറിയൽ ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് ചില മാഫിയ സംഘങ്ങൾ പോലെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം പ്രത്യേകിച്ചിട്ട് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിലാണ് ഈ വിഷയം ഉണ്ടായത്. ആലപ്പുഴയിൽ ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെ സല്യൂട്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ അന്ന് തലക്കടിയേറ്റ് ചോര ചിതറി താഴെ വീണ ചെറുപ്പക്കാരൻ അല്ലേ, ഇന്ന് കേരളത്തിലെ നിയമസഭയിൽ MLA ആണ്. ആ MLA കേരള നിയമസഭയിൽ MLA-മാർക്ക് ഒരു ക്ലാസ് നടക്കുമ്പോൾ ശ്രീ പിണറായി വിജയനെ നേരെ പോയി അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഇതാ ഞാനാണ് ആലപ്പുഴയുടെ MLA എന്ന് പറഞ്ഞപ്പോൾ അത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികാരമാണ്. അതിനെ കേരളം കൊണ്ടു നടന്നുവെങ്കിൽ ആ തോമസിനെ MLA സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച KC വേണുഗോപാലിനെ
അംഗീകരിക്കുന്നതിന് ആർക്കാണ് വിമുഖത എന്ന ചോദ്യം കേരളത്തിൽ നിൽക്കുക. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് ADGP ഇപ്പോഴത്തെ അജിത് കുമാർ എന്നല്ല, അതിനപ്പുറമായാലും ആ വിഷയം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം നന്ദാവനം പോലീസ് ക്യാമ്പിൽ മൃഗീയമായ പീഡനത്തിനിരയായി തലപൊട്ടി ചിതറിയ ഒരു പൂർവ്വകാല നേതാവിൻ്റെ പേര് തന്നെയാണ് KC വേണുഗോപാൽ എന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു പോലീസിൻ്റെ മൃഗീയ പീഡനത്തിൻ്റെ അതിൻ്റെ ഒരു കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാത്തൊരു നേതാവല്ല. അതുകൊണ്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകും. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ADGP അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മറ്റാർക്കെങ്കിലും സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്തെങ്കിലും തരത്തിൽ ADGPക്ക് ഒരു സംരക്ഷണം, അല്ലെങ്കിൽ അദ്ദേഹം ഒന്നുമല്ലാതെ വീണ്ടും DGP റാങ്കിലൊക്കെ പോയാൽ അതൊരു പക്ഷേ ഈ സർക്കാരിൻ്റെ വലിയൊരു പരാജയമായിട്ട് കാണില്ലേ? അല്ല, ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ ADGP അജിത് കുമാറിന് അങ്ങനെ ഒരു പദവിയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം തുടർച്ചയായി റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹത്തിനെതിരായി കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള റിപ്പോർട്ടുകളെ മൂടി വെച്ചുകൊണ്ട് അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും സംസ്ഥാനത്തെ UDF സർക്കാരിനുമില്ല, പോലീസിൻ്റെ ഉന്നത മേധാവികൾക്കുമില്ല എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷത്തെ ഭരണകാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് അറിയപ്പെട്ട ആളാണ്. RSSൻ്റെ നേതാക്കന്മാരുമായി രഹസ്യ ചർച്ച നടത്തി എന്ന ആക്ഷേപത്തിന് വിധേയനായി, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ആരോപണത്തിന് വിധേയനായി. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തനായിട്ടുള്ള പോലീസ് ഓഫീസർ എന്നുള്ള ഒരു പട്ടം ചാർത്തി നൽകപ്പെട്ട ആളാണ് അജിത് കുമാർ. അപ്പോൾ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ ഒന്നടങ്കം ആ വിഷയത്തിന് പിന്നിൽ നിൽക്കുന്നു. സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഈ ഒരു വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട്.